ഹേ ഗൈസ്, ഇന്ന് നമുക്കൊരു കേറ്ററിംഗ് വർക്ക്. രാവിലെ ഉറക്കത്തിന് എഴുന്നേറ്റ് പോകുന്ന പോകും. വെറുതെ അല്ലല്ലോ കാശ് കിട്ടും. ഈ കാശൊക്കെ കൂട്ടി വെക്കാന്ന് ഞാൻ പറയും. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള മനസ്സ് പറയും മന്തി കഴിക്കും. ഞാൻ പറഞ്ഞത് ശരിയാണോ നിങ്ങൾ തന്നെ ഗൈസ്. ഇപ്പൊ നമ്മളങ്ങനെ സ്റ്റാൻഡിലെത്തി. ഇവരെന്താ ഈ പോത്തി വയ്ക്കുന്ന ചോദിക്കും. എന്നാണ് നിങ്ങൾ പറയാൻ വരുന്നെങ്കിൽ അത് ബബിൾക്കാണ്, വേറെ ഒന്നും. കേറ്ററിംഗിന് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇടം വരെ പോകാൻ എന്താണെന്ന് അറിയില്ല. കുറച്ചാളായിട്ട് ഭയങ്കര ആറ്റിറ്റ്യൂഡ്. അത് കേട്ട ഒരു ചിരി. എന്റെ പ്രശ്നമാണോ ഫോണിന്റെ പ്രശ്നമാണോ ഒന്നും അറിയാം ഗൈസ്. അവിടെ നിന്ന് നേരെ നമ്മൾ വാഗോണിന് പോകും. കേറ്ററിംഗ് എന്ന് പറഞ്ഞിട്ട് വാഗോണിന് പോകും. വാഗോണിന് കുറച്ച് താഴെയുള്ള ഒരു പള്ളിയാണ് നമുക്ക് വർക്ക് കിട്ടും. എന്റെ കൂടെ ഒരു 10-12 അവന്മാരും കൂടെ പോകുന്ന വഴിക്ക് നല്ല വ്യൂ എല്ലാം ഉണ്ട് ഗൈസ്. ഈ പള്ളിയിലാണ് നമുക്ക് ഇന്ന് വർക്ക് കിട്ടിയേക്കുന്നത്. ഫ്രണ്ട് വലിയ പാറയില്ലെന്ന് ഇപ്പൊ. ഇത് വല്ല ഇടിഞ്ഞു വന്നാലെന്നൊക്കെ ഞാൻ ആലോചിക്കും. എന്തിനാണോ ഈ വേണ്ടാത്ത ചിന്ത. ഇത് കണ്ടിട്ട് ആരും പേടിക്കൊന്നും വേണ്ട. തണുപ്പ് വെച്ചിട്ട് എന്തോ പറ്റി. ഇവിടെ ഒരുത്തൻ തണുപ്പ് കുറയ്ക്കാൻ വേണ്ടി എന്തോ എല്ലാം കാണിച്ചു ഗൈസ്. ഇതാണ് ഹാള്. പ്ലേറ്റ് ഉടയ്ക്കാൻ ഇതൊരു 10 മിനിറ്റ് പരിപാടി ഉള്ളു. വേറെ ഈ കേറ്ററിംഗ് ഒക്കെ പറയുമ്പോൾ ഭയങ്കര സുഖമുള്ള പരിപാടി എന്നും പറഞ്ഞ ഒത്തിരി സൂഹിക്കാൻ എന്നാ ഓണർ നമ്മളെ സൂഹിപ്പിക്കും. അതുകൊണ്ട് എവിടെയൊക്കെ ചെറിയൊരു ആത്മാർത്ഥത കാണിക്കും. ഇതാണ് എന്റെ പോളിസി. വേണ്ട ഒരു വാഗ്ദാനമായിട്ട് കരുതി ഗൈസ്. യൂണിഫോം എല്ലാം ഇട്ടപ്പോ ഒരു ഷെഫിന് ലുക്കില്ല. അതോ എനിക്ക് തോന്നിയതാണ്. ഇനി ശരിക്കും ഷെഫ് ആയാലോ ഗൈസ്. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വീഡിയോ എടുക്കാൻ ഓർത്തി. അപ്പത്തേക്ക് ഫോൺ രാത്രി ചാർജ് കുത്തിടാൻ മറന്നു. അവസാനം ഈ ഫോണിന് മീൻകറിയും ബീഫ് ഫ്രൈയും കണ്ടിട്ട് പോകാനുള്ള ഭാഗ്യമുണ്ട്. പിന്നെ നിങ്ങളുടെ പണിയെടുക്കാത്ത കേറ്ററിംഗ് ഫ്രണ്ടിനൊന്ന് മെൻഷൻ അടിച്ചു. അപ്പൊ ബൈ. ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല.